എല്ലാവരും റെഡിയല്ലേ? ഈ നാടകം കഴിയുന്നത് വരെ ഈ നാടകത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇത് മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ജാതിവെറിയുടെ പേരിൽ ദുരഭിമാന കൊല. ദളിത് യുവാവിനെ തല്ലിക്കൊന്നു. ഒരു ദുരഭിമാന കൊല അത് ടി വിയിൽ കാണുകയും അത് കണ്ടപ്പോൾ തന്നെ കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവുക. കുട്ടി TV ഓഫാക്കുകയും ചെയ്യാം. ഈ ടിവിയിലൊക്കെ ചീത്ത വാർത്തകളാണല്ലോ, എനിക്ക് പേടിയാവുന്നു. അപ്പോഴാണ് മുത്തച്ഛൻ പറയാണ് പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ജാതിപറി ഉണ്ടായിരുന്നു. മോൾക്കറിയോ, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ജാതി പിശാചിന്റെ ക്രൂര താണ്ഡവം നമ്മുടെ നാട്ടിലെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത്തരം വേർതിരിവുകളെ നമ്മൾ തൂത്തെറിഞ്ഞത് ഒരു മഹാസമരത്തിലൂടെയായിരുന്നു. വൈക്കം സത്യാഗ്രഹം. പിന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വേണ്ട, നമ്മുടെ നാടിൻ്റെ ഒരു നന്മയുടെ കൂട്ടായ്മയുടെ ഒരു അവസ്ഥയാവണം. ഇതിൽ ഇതര മതസ്ഥരും ഈ നാടകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും മറ്റ് മതസ്ഥർക്കും വിലക്കില്ലാത്ത ഈ ക്ഷേത്ര വഴികളിൽ നിന്ന് ജാതിഭ്രാന്തിന്റെ പേരിൽ കാലങ്ങളായി ഈ മനുഷ്യർ ആട്ടിയോടിക്കപ്പെടുന്നു. ഇവരെ കൂടി ഈ വഴികളിൽ കൂടി കൊണ്ടുപോകാനാണ് ഞാൻ ഇവരുടെ കൂടെ വന്നിരിക്കുന്നത്. നായരായതുകൊണ്ട് നിനക്ക് മാത്രം ഈ വഴിയെ കടന്നു പോകാം. ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ ഈ വഴി പോകില്ല. വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു മഹാസാഗരം പോലുള്ളൊരു സംഭവമാണ്. അതിൽ നിന്നുള്ള നാടകീയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിറ്റുവേഷൻസ് ചേർത്താണ് ഈ നാടകം തയ്യാറാക്കിയിരുന്നത്. ഇതിൽ ഗാന്ധിജി വരുന്നുണ്ട്, KP കേശവമേനോൻ, കേളപ്പജി, പിന്നെ പല ചരിത്രകാരന്മാരും അവഗണിച്ച പുലയ വിപ്ലവകാരിയായ ആമചാടി തേവൻ ഇതിൽ പ്രധാന റോളിലെത്തിയിട്ടുണ്ട്. പൂത്തോട്ട ശിവക്ഷേത്രത്തിൽ പുലയന്മാരെ കയറ്റി ബ്രാഹ്മണന്മാരാക്കി മാറ്റാൻ സമരം ചെയ്ത പുലയ വിപ്ലവകാരി. എത്ര സത്യാഗ്രഹികളെ കൊന്നൊടുക്കിയാലും പുതിയവർ വന്നുകൊണ്ടേയിരിക്കും. തെളിഞ്ഞുകൊണ്ടേയിരിക്കും. പരിസരത്ത് നിന്നും പിരിഞ്ഞു പോവേണ്ടതാണ്. മാതൃഭൂമി ക്യാമറമാൻ മനോജ് പയ്യന്നൂർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മനോജ്. ഒരുപാട് സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ. ഒരു നാടിനെ ഒന്നാകെ ഇങ്ങനെ ഒരു നാടകത്തിന് വേണ്ടി ഒരുമിച്ച് ചേർക്കുക, ആ നാടകത്തിൻ്റെ വിഷയം ഇങ്ങനെ വൈക്കം സത്യാഗ്രഹമാവുക, മലയാളി എന്നതിൽ ഒരുപാട് അഭിമാനം എനിക്ക് തോന്നുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ പറയും മനോജ്. ഗുഡ് മോർണിംഗ്. മുത്തി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. കാരണം നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ ഉത്സവത്തിനൊക്കെ വളരെ പ്രൊഫഷണലായിട്ടുള്ള നാടക ടീമുകളെ വിളിച്ച് നാടകം കളിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ നാടകം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊന്നല്ല. നമ്മുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സമരമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിന് ഒരു ക്ഷേത്രം തന്നെ ആ ഗ്രാമത്തിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി ഈ ഒരു നാടകം ഒരുക്കുന്നു. ശരിക്കും ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ്. ഒരു ഗ്രാമം മുഴുവൻ ഒന്നിക്കുകയാണ് അവിടെ. ചെറിയ കുട്ടികൾ മുതൽ, അതായത് 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ രചന നിർവഹിച്ചതും അത് സംവിധാനം ചെയ്തതും അതിൻ്റെ പിന്നിൽ ഉള്ള എല്ലാ സാങ്കേതിക കാര്യങ്ങൾ നിർവഹിക്കുന്നതും എല്ലാം ആ ഒരു ഗ്രാമത്തിലെ, കോട്ടൂർ ഗ്രാമത്തിലെ നിവാസികളാണ്. എല്ലാ ദിവസവും അവരിപ്പോൾ റിഹേഴ്സൽ, നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് റിഹേഴ്സലാണ്.
ആ റിഹേഴ്സലിന് 100ഓളം ആളുകൾ എല്ലാ ദിവസവും അവിടെ പങ്കെടുക്കുന്നു. ശരിക്കും ഒരു ഉത്സവാന്തരീക്ഷം തന്നെയാണ്. അത് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവമല്ല, ശരിക്കും ഇതിൻ്റെ ഒരു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിന് ഇങ്ങനെ ഒരു നാട് ഒന്നിക്കുന്നു അതിനെ ആഘോഷിക്കാൻ വേണ്ടി എന്നത് വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയാണ്. മോത്തി പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ. തീർച്ചയായിട്ടും